ഹലോ, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നാളെയാണ് ബബ്ബബ്ബ എന്ന സിനിമ റിലീസാകുന്നത്, 18-ാം തീയതി. അപ്പം ബബ്ബബ്ബ എന്ന സിനിമ ഇന്നലെ ബുക്കിംഗ് തുടങ്ങിയപ്പോൾ മുതൽ ഗംഭീരമായ തരംഗം പോലെ ആഞ്ഞടിക്കുന്നതാണ് ബുക്ക് മൈ ഷോയിൽ നമ്മൾ കാണാൻ പറ്റുന്നത്. ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊന്നും സിനിമയെ ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇതിൻ്റെ ബുക്കിംഗ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ദിലീപ് മാത്രമല്ലല്ലോ ഇതിലെ ആളിൻ്റെ ആളായിട്ട് വരുന്നതല്ലേ. ഒരേ ഒരു സാധനം എൽ ബ്രാൻഡ് എന്ന് പറയുന്ന വ്യക്തി, ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയെ ബബ്ബബ്ബ എന്ന സിനിമയിൽ അവതരിപ്പിച്ചത് എങ്ങനെയാണ്? സൗണ്ട് പോലും ഇല്ല, സംഭാഷണമൊന്നുമില്ല. ഇതേ ഒന്നോ രണ്ടോ സീനുകളിൽ വന്നു പോകുന്ന ഒരു ട്രെയിലറിനകത്ത് വന്നതേ ഉള്ളൂ. അപ്പം പിന്നെ കത്തിക്കയറുന്നതാണ് കണ്ടത്. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ചുമ്മാ നിന്ന് കൊടുത്താൽ മതി, അത് ബോക്സ് ഓഫീസ് കത്തിക്കയറും. ഇത് 48 കൊല്ലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ തന്നെയാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് യാതൊരുവിധ മാറ്റവും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ടൊക്കെ പലരും പറയും, പക്ഷേ അവരുടെ ഉള്ളിലും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, അങ്ങേര് വന്ന് നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പ് വേറെ ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ആ അവസ്ഥയാണ് മലയാള സിനിമയിലെ രാജാവെന്ന് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ്. പലപ്പോഴും പല രാജാക്കന്മാരെ കൊണ്ടുവന്നിട്ടുണ്ടെന്നും ഈ രാജാവിൻ്റെ മുമ്പിൽ അതൊന്നും വില പോവില്ല എന്ന് നമുക്ക് കളക്ഷനുകളും കണക്കുകളും ഒക്കെ നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഇതിൻ്റെ ബുക്കിംഗ് തുടങ്ങി ആദ്യത്തെ 1 മണിക്കൂറിൽ ബബ്ബബ്ബ എന്ന സിനിമയുടെ ടിക്കറ്റ് വിൽപ്പന എന്ന് പറയുന്നത് 17,210 ടിക്കറ്റ് 1 മണിക്കൂർ വിറ്റുമാറി എന്നുള്ളതാണ്. ഇത് മലയാളത്തിൽ പുതുമയുള്ള കാര്യമല്ല. എമ്പുരാൻ തീർത്ത റെക്കോർഡുണ്ടല്ലോ, അത് ഇന്ത്യയിലെ ഒരു സിനിമയ്ക്കും തീർക്കാൻ പറ്റാത്ത റെക്കോർഡായിരുന്നു. ആദ്യ 1 മണിക്കൂർ 96,140 ടിക്കറ്റുള്ള ഏകദേശം 1 ലക്ഷത്തിനടുത്ത് ടിക്കറ്റ് വിറ്റു എന്നൊക്കെ അന്ന് വാർത്തകളുണ്ടായിരുന്നു. കാരണം ബുക്ക് മൈ ഷോ പോലെ അടിച്ചുപോയ അവസ്ഥയായിരുന്നു, എല്ലാം നിശ്ചലമായ അവസ്ഥയാണ്. എമ്പുരാന് ശേഷം 2-ാം സ്ഥാനത്ത് ബബ്ബബ്ബ എന്ന സിനിമ വന്നു നിൽക്കുന്നു എന്നുള്ളതിന് ഒറ്റ കാരണമേ ഉള്ളൂ, അതിനകത്ത് ലാലേട്ടൻ ഒരു ഭാഗവക്കാകുന്നു എന്നുള്ളതാണ്. നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ ദിലീപിൻ്റെ കാര്യത്തിൽ ദിലീപിൻ്റെ പടമായതുകൊണ്ട് ഇങ്ങനെ വിറ്റുപോയി എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ദിലീപിൻ്റെ ഫാൻസ് പോലും അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദിലീപിൻ്റെ ഏറ്റവും വലിയ റീഫെയിൽ നേടിയ ചിത്രമാണ് രാംലീല എന്ന് പറയുന്ന ചിത്രം. അത് ഏകദേശം 2 കോടിക്ക് മുകളിലാണ് അദ്ദേഹം കളക്ട് ചെയ്യും. ഇതിപ്പോൾ 5 കോടിക്ക് മുകളിലായി പ്രീഫെയിൽ. അപ്പോൾ ഒറ്റ ആളേ ഉള്ളൂ, അത് മോഹൻലാലാണ് എന്നുള്ളത് പ്രത്യേകം നമുക്ക് പറയേണ്ട കാര്യമില്ല. മലയാളത്തിൽ ആദ്യത്തെ 1 മണിക്കൂറിൽ കളക്ട് ചെയ്ത 3 ചിത്രങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ 3ഉം ലാലേട്ടനുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം എമ്പുരാൻ, ഇപ്പം ബബ്ബബ്ബ 2-ാം സ്ഥാനത്ത്, 3-ാം സ്ഥാനത്ത് മറ്റൊരു മോഹൻലാൽ ചിത്രമായ തുടരും. ഇതാണ് ആദ്യം ബുക്കിംഗ് തുടങ്ങി ആദ്യ 1 മണിക്കൂറിലെ ടിക്കറ്റ് വിൽപ്പന എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുന്നത്. തുടരും ഏകദേശം 10,000-ന് മുകളിൽ ടിക്കറ്റ് വിറ്റ് 2-ാം സ്ഥാനത്ത് നിന്നെങ്കിൽ ഇപ്പോൾ ബബ്ബബ്ബ എന്ന ചിത്രം 17,410 ടിക്കറ്റോളം വിറ്റ് 2-ാം സ്ഥാനത്ത് വരുന്നു, തുടരും 3-ാം സ്ഥാനത്ത് വരുന്നു. ഏതായാലും സന്തോഷം. ബബ്ബബ്ബ എന്ന സിനിമയുടെ ടിക്കറ്റ് വിറ്റത് 1 ലക്ഷത്തിന് മുകളിലാണ് എന്നുള്ളതാണ്. 1,16,840 ടിക്കറ്റോളം ബബ്ബബ്ബ എന്ന സിനിമയുടെ ടിക്കറ്റ് വിൽപ്പനയാണ്. നാളെ പണം റിലീഫ് ആകത്തുള്ളൂ എന്ന് പ്രത്യേകം നോക്കുക. എല്ലാം കൊണ്ടും തകർപ്പം, ഗംഭീരമായ തുടക്കമാണ് ബബ്ബബ്ബ എന്ന സിനിമ തുടങ്ങിയിരിക്കുന്നത്. ഇനിയിപ്പം ഇന്നത്തെ ടിക്കറ്റ് എനിക്ക് തോന്നുന്നു ഒരു 7.5 കോടി രൂപയ്ക്ക് മുകളിലെങ്കിലും പ്രീഫെയിൽ വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോളം അതിൻ്റെ കൃത്യമായിട്ടുള്ള തുക മനസ്സിലാകും. ഏതാനും ചിത്രം 15 കോടിയോ 20 കോടിയൊക്കെ കടക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ തന്നെ അത് ചർച്ച ചെയ്തതാണ്. അപ്പം അതിൻ്റെയൊക്കെ അവസ്ഥയെന്ന് പറഞ്ഞാൽ പടം റിലീഫായതിന് ശേഷം പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ആദ്യത്തെ 100 കോടി ദിലീപിൻ്റെ ഒക്കെ നേടുമെന്നുള്ളത് 100% ഉറപ്പാണ്. മോഹൻലാലിനെ സംബന്ധിച്ച് 100 കോടി അദ്ദേഹത്തിൻ്റെ ഒരു പുതുമയല്ല. പക്ഷേ ദിലീപിനെയും മറ്റുള്ള നടന്മാരെയൊക്കെ അപേക്ഷിച്ച് 100 കോടി എന്ന് പറയുന്നത് മലയാള സിനിമയിലെ ഒരു ടേണിംഗ് പോയിൻ്റാണ്. പ്രത്യേകിച്ച് ദിലീപിനെ സംബന്ധിച്ച്. ദിലീപിൻ്റെ സിനിമകളെല്ലാം സ്ഥിരമായിട്ട് ബോക്സ് ഓഫീസിൽ കളക്ഷൻ ഇല്ലാതെ വലയുന്ന സമയത്താണ് മോഹൻലാലിൻ്റെ സപ്പോർട്ടായ ദിലീപിൻ്റെ ബബ്ബബ്ബ എന്ന സിനിമ വരുന്നത്. പ്രത്യേകിച്ച് ഗോകുലം മൂവീസിൻ്റെ
പടം. ഗോകുലം മൂവീസിൻ്റെ പടം ആയതുകൊണ്ടാണ് ലാലേട്ടൻ ഇതിനകത്ത് കാമിയോ റോൾ ചെയ്യാൻ തീരുമാനിച്ചത് എന്ന് 100% ഉറപ്പാണ്. കാരണം എമ്പുരാൻ്റെ റിലീഫുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടായപ്പോൾ അവിടെ ഗോകുലം മൂവീസ് അവിടെ എത്തുന്നു. അതിന് അവരാവശ്യപ്പെട്ട കാര്യമായിരിക്കാം ബബ്ബയിൽ ലാലേട്ടൻ അഭിനയിക്കണമെന്ന്. അത് സ്നേഹപൂർവ്വം ലാലേട്ടൻ വഹിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതൊക്കെ തന്നെയാണ് ബബ്ബ എന്ന സിനിമയുമായിട്ട് ബന്ധപ്പെട്ട കളക്ഷനുകളും റിപ്പോർട്ടുകളും ഒക്കെ പറയുന്നത്. ഒരുപക്ഷെ ആദ്യ ദിനത്തിൽ രണ്ടാമത്തെ മലയാള സിനിമയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കളക്ഷൻ നേടുന്ന ചിത്രമായിട്ടും ബബ്ബ മാറാനുള്ള സാധ്യതയുണ്ട്. കേരളത്തിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലുമെല്ലാം വമ്പൻ ബുക്കിംഗാണ് ഇത് നടക്കുന്നത്. കാത്തിരിക്കാം. ഏതായാലും എത്ര വമ്പൻ ബുക്കിംഗ് നടന്നാലും ജനങ്ങളുടെ മുൻപിൽ പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ പടം വമ്പൻ വിജയം നേടുകയുള്ളൂ എന്ന് മുൻകാല ചരിത്രങ്ങളെല്ലാം നമുക്ക് തരുന്നുണ്ട്. ഏതായാലും കാത്തിരിക്കാം. ഹൈപ്പിനനുസരിച്ച് തിയേറ്ററിൽ എന്തെങ്കിലും കാണുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരിക്കാം. ഏതായാലും ലാലേട്ടന് വേണ്ടി കാത്തിരിക്കുന്നു, ദിലീപിൻ്റെ ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. അപ്പം നാളെ നമുക്ക് രാവിലെ അറിയാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.